ആ മോണിമെൻറ്റിൻ്റെ പേര് ഡാർവിൻ ടവർ എന്നാണ്. ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി പ്രമാണിച്ചാണ് ഈ മോണിമെൻ്റ് ആദ്യമായിട്ട് ഇവർ ബിൽഡ് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് ഡാർവിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ലാങ്കാഷറിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം ഞാനിവിടെ ബേക്കൺ ഹിൽസ് എന്ന് പറഞ്ഞൊരു ഹിൽസ് ഉണ്ട്, അതിൻ്റെ മുകളിനകത്തായിട്ട് ഡാർവിൻ ടവർ എന്ന് പറഞ്ഞൊരു മോണിമെൻ്റ് ഉണ്ട്. ഞാൻ അത് കാണാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇന്ന് വെതർ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഡേ ലൈറ്റൊക്കെ ഉണ്ട്, ടെമ്പറേച്ചറും ഓക്കെയാണ്, 6 to 7 ഡിഗ്രി എന്തോ ഉള്ളൂ. സോ ഞാനോർത്തു എന്നാൽ പോയി കണ്ടു കളയാം, അടുത്തല്ലേ. അപ്പോൾ നമുക്ക് സിറ്റിയിൽ നിന്ന് ദൂരത്തുനിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഡിസ്റ്റൻസ് ഇപ്പോൾ ഹൈക്ക് ചെയ്ത് കയറണം. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഈ മോണിമെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 1898 ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി പ്രമാണിച്ചാണ് ഈ മോണിമെൻ്റ് ആദ്യമായിട്ട് ഇവർ ബിൽഡ് ചെയ്യുന്നത്. ലാങ്കാഷയർ അടുത്തുള്ള ബേക്കൺ ഹിൽസിന് മുകളിലത്താണ് ഈ മോണിമെൻ്റ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. അതിനുശേഷം ബേക്കൺ ഹിൽസ് എന്നുള്ള പേര് മാറി ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഡാർവിൻ ഹിൽ എന്നാണ്. ആ മോണിമെൻറ്റിൻ്റെ പേര് ഡാർവിൻ ടവർ എന്നാണ്. 2010 ഇതിന് മുകളിനകത്തായിട്ടൊരു ഡോമുണ്ട്, ഒരു കൂര പോലത്തെ ഒരു ഡോമുണ്ട്. ആ ഡോം 2010 വെതറിൻ്റെ ഈ ഇഷ്യൂ കാരണം നശിഞ്ഞു പോയി, അത് ബ്ലോൺ അവേ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനി എടുത്ത് അത് 2011 പിന്നെ ആ ഡോം മാത്രമായിട്ട് റീപ്ലേസ് ചെയ്തത്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നതാണ് തോന്നുന്നത്, അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഞാനിപ്പോൾ കുറച്ച് കയറി, ഇവിടെ നല്ല വ്യൂ ഉണ്ട്. സോ ഞാൻ ഒരു ചെറിയ സ്നാക്ക് എടുത്തിട്ട് കയറാൻ പോകണം. അവിടെ താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഏകദേശം ഈ ഒരു സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയാണ് ഡാർവിൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഞാൻ ഡാർവിൻ റെയിൽവേ സ്റ്റേഷനകത്ത് ട്രെയിൻ ഇറങ്ങിയിട്ടാണ് അവിടെ നേരെ ഒരു 43 minutes വാക്ക് ഉണ്ട്, നേരെ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെയും വരെ. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന വഴി കയറുന്നു. ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഡാർവിൻ ടവർ എത്തി. ഇതാണ് ഡാർവിൻ ടവർ. ടവർ ഓൾമോസ്റ്റ് ഒരു 85 feet ഉണ്ട്.
എന്ന് വെച്ചാൽ 2.9 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ ഹൈറ്റ്. ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 370 മീറ്റേഴ്സ് അബോവ് സീ ലെവലിനകത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കയറുവാണെങ്കിൽ ഫുൾ ലാങ്കഷയർ, ബ്ലാക്ക് പൂൾ ആ വ്യൂ എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. ആ സൈഡിലോട്ടേക്കായിട്ട് ഒരുപാട് ട്രെയിലുകളും വാക്കുകളും എല്ലാം ഉണ്ട്. പെന്നി വേ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. സോ അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനകത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കാം. നമുക്കിനി ഈ മുകളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. ഇവിടെ നിന്ന് ഇനി ചെറിയൊരു സ്റ്റെപ്പ് കയറണം. ഈ പച്ച സ്റ്റെപ്പാണ് മുകളിലോട്ട്. എനിക്ക് പേടിയാവുന്നുണ്ട്. Wow. ഇതാണ് ആ മാറ്റി വെച്ച മോണിമെൻറ്റ് 2010 ഇവിടെ ഇത്രയും ഓപ്പൺ ഏരിയ അയക്കുന്നുണ്ട്. വെതറിൻ്റെ ഇഷ്യൂസ് വരും ചില സമയത്ത്, നല്ല കാറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വന്ന് 2010 ഈ മോണിമെൻറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയിപ്പോയി. എന്നിട്ട് 2011 അവരിത് റീപ്ലേസ് ചെയ്തതാണ്. ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടാണ് ഈ സാധനം മേളിൽ നിന്ന് ചെയ്തത്. ഈ ഡാർവിൻ ടവർ ഈസ് ഓൾസോ നോൺ ആസ് ജൂബിലി ടവർ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ക്വീൻ വിക്ടോറിയയുടെ ഡയമണ്ട് ജൂബിലി പ്രമാണിച്ചായിരുന്നു ഈ ടവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പ്ലേസ് ചെയ്തത്. ആ സൈഡിൽ നിന്ന് നല്ലൊരു മഴ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ക്ലൗഡ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഡാർവിൻ ഹില്ലിൻ്റെ സമ്മിറ്റ് അടിച്ചിരിക്കുന്നു. സോ ഇനിയിപ്പോൾ തിരിച്ചു പോകാം. സോ മഴ വന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് വീട്ടിൽ പോട്ടെ. സോ ഇറ്റ് വാസ് എ ഡീസൻറ്റ് ഹൈക്ക്, എനിക്കിഷ്ടപ്പെട്ടു. ലെറ്റ്സ് ഗോ ഡൗൺ. ഇറങ്ങണല്ലോ. യെസ്, അങ്ങനെ കണ്ടോ വെതർ മാറാൻ തുടങ്ങി. കോട വന്നിപ്പോൾ ഫുൾ ടവർ കവേർഡായി. അങ്ങനെ ഇന്നത്തെ ഹൈക്ക് കഴിഞ്ഞു. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ജസ്റ്റ് ഒരു 1 hour ഉള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത കയറ്റമാണ്, എല്ലാവർക്കും വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ബേൺ ലാങ്കഷയർ സൈഡിനകത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഡാർവിൻ ടവർ.
ഈ ഒരു പോർഷനകത്ത് മാത്രം നല്ലോണം മഞ്ഞ് കെട്ടിക്കിടക്കുവാണ്. മുകളിലെല്ലാം സൺലൈറ്റ് വന്നപ്പോഴേക്കും എല്ലാം ഉരുകിപ്പോയി. പക്ഷേ ഈ ഒരു ഇറക്കത്തിനകത്ത് മാത്രമായിട്ട് കുതിരേനെ കണ്ടോ, ഈ ഒരു ഇറക്കത്തിനകത്ത് മാത്രമായിട്ട് നല്ലോണം സ്നോ ഇങ്ങനെ കട്ടായി കിടക്കും. കുറച്ച് കഴിയുമ്പോൾ മെൽറ്റായി പോകും. ഈ ഒരു സൈഡ് ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും മെൽറ്റായി പോകും. പക്ഷേ നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ തെന്നി സ്നോവിനകത്ത് വീഴും. ഇങ്ങനെ വീഴാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.